മുമ്പ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ വേറെ എന്തില്ല, ഒരു സാധാരണ ഒരാളെ കൊണ്ട് പൊക്കാൻ സാധിക്കാത്ത വിധമുള്ള വെയിറ്റ് ഉള്ള ഒരു മിനി കൂപ്പർ എന്നൊരു കാറിനെ വേറെ 1 ലക്ഷം രൂപക്ക് താഴെ 1 ലക്ഷം രൂപ വില വരുന്ന ഒരു RC കാർ, അതായത് ഒരു സാധാരണ ഏത് കൊച്ചുകുട്ടിനെ കൊണ്ട് പൊക്കാൻ സാധിക്കുന്ന ഒരു RC കാർ അത്രയും വെയിറ്റുള്ള ഒരു മിനി കൂപ്പറിനെ തള്ളിക്കൊണ്ട് പോകണം. ഓക്കെ, ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ 100% അർപ്പിച്ചു ആ വീഡിയോ മൊത്തം തള്ളാൻ. ഓക്കെ, പക്ഷെ ഞാൻ ആ വീഡിയോ ഒരു 5 മിനിറ്റ് കണ്ടാണ്ട് അതിന്റെ കമന്റ്സും അതിന് കിട്ടിയ ലൈക്കും കണക്കെ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയൊക്കെ. കാരണം ഫുള്ള് പോസിറ്റീവ് കമന്റ്സ്, ഫുള്ള് പോസിറ്റീവ് ലൈക്കും. ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലായി അത് റിയൽ ആണെന്ന്. ഓക്കെ, അപ്പോൾ ശാസ്ത്രം തോറ്റു പോയോ അതോ നമ്മൾ സത്യാവസ്ഥ നോക്കാൻ പോകണം. ഓക്കെ, ഞാൻ വേറെ ഇതിനെ കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം ഒരു 6:30 മണിക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ട അൺബോക്സിംഗ് എന്ന ചാനലിലെ മിനി കൂപ്പറിനെ നമ്മുടെ RC കാരെ വലിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ മൊത്തം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് 100% റിയൽ ആണെന്ന്. ഓക്കെ, പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം രണ്ടിനും വെയിറ്റ് തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷെ അതിന്റെ വില നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ. ഓക്കെ, അതോ ശാസ്ത്രം തോറ്റു പോയോ? ആ വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് വന്ന സംശയമാണ്, അത് റിയൽ ആണോ അതോ തട്ടിപ്പാണോ? ഓക്കെ, കാരണം അൺബോക്സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൂഡ് തൊട്ടതല്ല പറ്റിക്കണതാണ്. ഓക്കെ, കാരണം ഡൂഡിനെ പറ്റിക്കണതിന് പറ്റിച്ച് നമ്മളെ പറ്റിക്കുന്നതാണ് അൺബോക്സിനോട്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് റിയൽ ആകാൻ ചാൻസ് വളരെ വളരെ കുറവാണ് അൺബോക്സിനോട് വീഡിയോ ചെയ്തുകൊണ്ട്. ഓക്കെ, ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ പിന്നെയും നോക്കാം. ഓക്കെ, നമ്മൾ മാസ്റ്റർ ട്രാവൽ ആണെങ്കിൽ നോക്കേ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ? ഓക്കെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത് 100% ഒരു ഫണ്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആകാൻ ചാൻസ്. കാരണം ആ വീഡിയോ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സും കാരണമൊന്നും ഇരുത്തില്ല. അവരിപ്പോൾ കോഴിക്കോടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ആ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതായത് ആ RC കാർ മിനി കൂപ്പറിനെ വലിച്ചുകൊണ്ടാണ് സിറ്റുവേഷനിൽ അവരുടെ ഫ്രണ്ട്സും കാണൊക്കെ ബാക്കിൽ നിന്ന് കാർ തള്ളുകയാണെങ്കിൽ ഏതൊരു പൊട്ടനും കണ്ട മനസ്സിലാവും. ഓക്കെ, പിന്നെ ആ വീഡിയോ എല്ലാവരും ജസ്റ്റ് ലൈക്ക് അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും ഇത് പൊട്ടനാണ് പൊട്ടത്തരം കാട്ടുന്നതിന്. അതുകൊണ്ട് പിന്നെ ആർക്കും മനസ്സിലാവും ഇത് തള്ളാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ അർത്ഥം മനസ്സിലായി. അത് 100% ഫോണിന് വേണ്ടി നിർമ്മിച്ചൊരു വീഡിയോ തന്നെയായിരുന്നു. അത് ഏതെങ്കിലും മനസ്സിലാവും. അങ്ങനത്തെ നടക്കാൻ പോകുന്ന സംഭവമല്ല, അതൊന്നും ഒരിക്കലും നടക്കൂലെന്ന് മനസ്സിലാവും. ഓക്കെ.